ഹലോ ഗായ്സ്, ഈശ്വരി കിച്ചണിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഓട്സ് ഓംപ്ലേറ്റ് ആണ്. അതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു വലിയ സവോള, 2 പച്ചമുളക്, ഒരു ചെറിയ ഇഞ്ചി എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ ഒരു തണ്ട് കരിവേപ്പില, പിന്നെ 2 മുട്ട, പിന്നെ വേണ്ടത് ഓട്സ് ആണ്. ഓട്സ് അത് ഒരു 50 ഗ്രാം ആണ്. അത് കുതിർത്ത ഓട്സ് ആണ്. ഒരുപാട് അങ്ങ് കുതിർക്കണ്ട. ഒരുപാട് കുതിർന്നു കഴിഞ്ഞാൽ അതിനൊരു പശവശപ്പ് ഉണ്ടാവും. അതിനുശേഷം ഒരു ബൗൾ എടുക്കുക. ആ ബൗളിലോട്ട് ഈ 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓട്സ് അത് ഇതിനകത്തോട്ടൊന്ന് ഇട്ടിട്ട് അതും കൂടി ഒന്ന് മിക്സ് ആക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളി, അതായത് സവോളയും കൂടെ നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്യുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളകും കൂടെ ഒന്ന് ഇടുക. എന്നിട്ട് കരിവേപ്പിലയും ഇഞ്ചിയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കണം. മിക്സ് ആക്കിയതിന് ശേഷം നമ്മളൊരു പാൻ എടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആ ഒരു ഓയിൽ ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് കുറച്ചൊഴിച്ചു കൊടുക്കുക. കുറച്ചൊഴിച്ചു കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് പരത്തുക. കട്ടി കുറച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. എന്നിട്ട് ഒരു 20 മിനിറ്റ് നമുക്കതൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനുശേഷം ആ ഒരു വശം വെന്തതിന് ശേഷം ഇത് നമുക്ക് മറിച്ചിടണം. മറിച്ചിട്ടിട്ട് അപ്പുറ വശം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ച് കഴിഞ്ഞിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. മാറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹെൽത്തി ഫുഡായിട്ടുള്ള ഓട്സ് ഓംപ്ലേറ്റ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഹെൽത്തി ഫുഡാണ്. ഷുഗറുകാർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫുഡാണിത്. ഇതെല്ലാ ആൾക്കാരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ.